മക്കളെ, നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം തോന്നിയാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയാൽ മതി. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കാം. മക്കളെ, അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ബസ്മതി അരിയാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഇതൊരു അരമണിക്കൂർ കുതിർത്താൻ വെക്കാം. അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നൊന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് കത്തിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടേ ഒരു ചുവപ്പ് കളറാക്കി എടുക്കുക. ഇതിപ്പോൾ ചെറിയൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് വീർത്ത് വരട്ടെ. മുന്തിരി നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരട്ടെ. നമ്മുടെ മുന്തിരിയും കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരി ഇങ്ങെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യും നമ്മൾ ഒഴിച്ച എണ്ണയും ഒന്ന് മിക്സായി വരട്ടെ. ആ ഓയിലൊന്ന് ചൂടായി വന്നാൽ കുറച്ച് ഉള്ളി അങ്ങോട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി പൊരിച്ചെടുക്കാം. മക്കളെ, നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കാൻ ഉള്ളി പൊരിച്ചെടുക്കുമല്ലോ, അതേപോലെയാണ് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇനി ചൂടാറുമ്പോൾ ഇത് മുരുമുരുമുരേനുണ്ടാവും. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് ഇളക്കി വേവിച്ചെടുക്കണം. വല്ലാതെ ഇളക്കാൻ പാടില്ല, അത് പൊടിഞ്ഞു പോകും. ഇതേപോലെ മെല്ലെ ഇളക്കിയാൽ മതി കേട്ടോ. വിട്ട് ഇളക്കുക. ഇതേപോലെ ഇളക്കിയിട്ടൊന്ന് പരത്തി വെക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ ഇളക്കുക. അങ്ങനെ ഇത് ഇവിടെ എങ്ങനെയായിരുന്നു പൊരിഞ്ഞ് വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഇച്ചിരി മസാല ഇടണം. അതിന് ഇതിൽ എണ്ണ കൂടുതലാണ്. ആ എണ്ണ നമുക്ക് ഒഴിച്ച് മാറ്റിയെടുക്കാം. ഇനി എണ്ണ കുറവാണുണ്ടെങ്കിൽ അത് മാറ്റമൊന്നും വേണ്ട കേട്ടോ. എണ്ണ കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ഇത് കണ്ടില്ലേ മക്കളെ, ഞാൻ എണ്ണയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കരിഞ്ഞു പോകാതെ ഇരിക്കാനും തീ കെടുത്തിയിട്ടിട്ടാലും കുഴപ്പമില്ല, തീ നല്ല കുറച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. മക്കളെ, ഞാൻ ഉരുളക്കിഴങ്ങ് 5-6 മിനിറ്റ് വേഗണം പറഞ്ഞതൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. ഇതേപോലെ വേഗുന്നവരെ കത്തിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ മസാലയുടെ പച്ചമണം മാറിയ ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കണം. അതിന് ഞാൻ ഇതേപോലെ ഒരു പാത്രമാണ് അടുപ്പത്ത് വെക്കുന്നത്. കുക്കറിലൊന്നുമല്ല വെക്കുന്നത്. നമ്മുടെ പാത്രം ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ച ഓയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി ഇല 1, ചെറിയ 2-3 കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 സ്റ്റാർ പൊടിച്ചത്, ജാതിക്ക ഒരു ചെറിയ കഷ്ണം, ഒരു 10-12 കുരുമുളക്. ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഒന്ന് വറന്ന് വരട്ടെ.
ഇപ്പം നമ്മുടെ മസാലകളൊക്കെ ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ച പകുതി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. ഞാൻ എരിവില്ലാത്ത മുളകായ കൊണ്ടാണ് 2 എണ്ണം എടുത്തത്. എരിവുള്ളതാണെങ്കിൽ 1 പച്ചമുളകൊക്കെ എടുത്താൽ മതിയേ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിൽ നമുക്ക് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ടാണി കടല വെള്ളത്തിൽ കുതിർത്തിയത് ഇട്ട് കൊടുക്കുക. പച്ചപ്പട്ടാണിയാണ് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ, നമ്മൾ പുതിന ഇല ഇതിലിട്ടാൽ നമ്മുടെ ചോറ് ഒരു നല്ലൊരു മണമും ഉണ്ടാവും, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത് കേട്ടോ. തക്കാളി കൂടി ഒന്ന് വഴണ്ട് ഉടഞ്ഞു വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. മസാല കൂടുതലൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതേപോലെ കുക്കറിലൊന്നും അല്ലല്ലോ വെക്കണത്, ഓപ്പണായിട്ട് വെക്കുന്നത് കൊണ്ടാണ് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറേശ്ശെ നോക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഇത് നമ്മൾ ഉപ്പിട്ടിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്ത് ആ കപ്പ് കൊണ്ട് അളന്നിട്ട് വേണം വെള്ളം എടുക്കാൻ കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ പോലെ നെയ്യ് അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. മീഡിയം തീ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചോറ് വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി മേലെ മാത്രം നല്ല സൂപ്പറായിട്ട് ചോറ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ച് വെച്ചത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി പുതിന ഇലയും മല്ലിയിലയും പാടെ അരിഞ്ഞു വെച്ചത് മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലും കൂടി വെച്ച് കൊടുക്കാം. മക്കളെ, തീ വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ കുഞ്ഞ് തീയെ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. തീ കൂടിപ്പോയാൽ ചോറ് അടി പിടിക്കുള്ളൂ. ഈ അടുപ്പത്താണ് വെക്കുകയാണെങ്കിൽ ഈ കനൽ കിടന്ന് വെന്തോളും, തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ മക്കളെ, നമ്മളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തുറക്കാം. അയ്യവാ, തുറന്നപ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉടയാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഈ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം എടുത്താവണത് പോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. നമ്മുടെ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോളേ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചോറ് ഇടുന്ന സമയം മുതലേ നല്ല മണാണ്. അപ്പം മുതലേ തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കിയാണേ. അല്ല, ഇതൊക്കെ എനിക്കുള്ള തന്നെയാണ്, വേറെ കാര്യം. സൂപ്പറായിട്ടുമ്മ. അപ്പൊ ഇതേ
ഈ കോളേജ് പഠിക്കാൻ പോണ പിള്ളേർ, നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്ത് വിടുന്ന പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇറച്ചി വേണ്ട, കോഴിമുട്ട വേണ്ട, ഒന്നും വേണ്ട. ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ മാത്രം മതി. സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കമൻറ്റിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.